ആരാ? ഞാനാ, വാതിൽ തുറക്ക്. നീ എന്താ രാത്രി പുറത്ത്? വാതിൽ തുറക്ക്, പറയാം. കേറ്. ഒരാളൂടെ ആരാ? കേൾക്കോ? പക്ഷെ തുണി മാറ്റാൻ. മാഷ് അസീസ നമ്മുടെ കുട്ടിയാ, ധൈര്യമായിട്ടിരിക്കാം. അസീസ, നീ പേടിക്കണ്ട, ഒരു ഗ്ലാസും കൂടെ കൊടുത്തു. ഏയ്, ഞാനിത് കഴിക്കില്ല. നിർബന്ധിക്കണ്ട, 3 ആൾക്ക് തികയില്ല. ഇയാളെന്തിട്ട് ഈ കുഞ്ഞിങ്ങിച്ച് കളിക്കണം? പണ്ടാറ് നിൽക്കണ്ടും. അതൊക്കെ പിന്നെ ഒന്ന് മുട്ടി. വേണ്ട വേണ്ട വേണ്ട. കുഞ്ഞാൻ ടീച്ചറുടെ ബ്ലൗസ് ഉണ്ടാകുന്നുണ്ടല്ലേ? അത് തയ്ച്ചാ? ഇല്ല. അതിന്റെ തുണി എങ്ങനെയുണ്ട്? വളരെ നൈസാ. മാഷ് വാങ്ങിച്ചു കൊടുത്ത തുണിയാ, അതിന്റെ കാശും മാഷ് തന്നെ എന്നോളൂ കേട്ടോ. മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചും ഇങ്ങനെ കഴിയും? ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം, കെട്ടാൻ പറ്റുമെന്ന്. കെട്ടിയ ഇതിന്റെ പുതുമ പോയില്ലേ? ഇതാ അതിന്റെ ഒരു രസം അല്ലേ? നിനക്കൊരു പെണ്ണ് കെട്ടണ്ടേ? കെട്ടണം. ഉമ്മ എപ്പോഴും പറയും നിക്കാന്റെ കാര്യം. ബാപ്പയെ പേടിച്ച് പെണ്ണ് കെട്ടാതിരുന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നോക്കണം. ഇവന് പറ്റിയതാരാ മാഷേ? ആ കാട്ടുമാക്ക മമ്മതിന്റെ മോളായാലോ? അത് വേണ്ട, അത് വേണ്ട. എന്താ? അവളെ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ പോയിട്ട് വരുന്നു. നമ്മുടെ അയ്മൂട്ടിയുടെ മോള് നബീസോ? അവളുടെ കല്യാണം കഴിഞ്ഞാലേ ആചാര്യ. ഓ, നമ്മുടെ പരീതിന്റെ മകള് സൈനബ ആയാലെന്താ? അവളുടെ നിക്കാതല്ലേ അടുത്ത ആഴ്ച. ഹൈദ്രോസിക്കാന്റെ മോൾ ആമിനെ എങ്ങനെ? എന്റെ അസീസ്, നീ ആള് കൊള്ളാലോടാ. എന്റെ അയലോക്ക നല്ല കുട്ടിയാ, നീ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് നല്ല ചേർച്ചയായിരിക്കും. കാണണോ? എങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നാ മതി, ഞാൻ കാട്ടിത്തരാം. ഉള്ള വാപ്പ മോര് ഹൈദ്രോസ്. എന്റെ അസീസെ, ആണ് ദേ കൈകൊണ്ടൊന്നും ഞൊടിച്ചാൽ പാതാളത്തിന് അടിയിലിരിക്കുന്ന പെണ്ണാണെങ്കിലും പുറത്തു വരും. നീ കേട്ടിട്ടുണ്ടോ? ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൽ. ശ്രീരാമൻ വില്ലൊടിച്ചപ്പോ ഇടിവെട്ടിന്റെ ശബ്ദം കേട്ട പാമ്പുകളെ പോലെ രാജാക്കന്മാർ ഒന്ന് നടുങ്ങി. പക്ഷേ കുഞ്ഞാനി അല്ല സീത മയിൽപേട പോലെ നൃത്തം ചെയ്തു. വിളിക്കണത് ആണായിരിക്കണം. ഹൈദ്രോസിന്റെ മോളല്ല, അവളുടെ ഉമ്മൂമ്മ വരെ ഇറങ്ങി വരും. എടാ അസീസെ, നീ ഒരാണല്ലേ? അല്ലേ? അയ്യോ അസീസെ, നീ ആണല്ലേ? കെട്ടണോ നിനക്ക് ആമീനെ? ഉണ്ടോ നിന്റെ അടുത്ത് വില്ലു വല്ലതും? ഉണ്ടെങ്കിൽ എടുത്ത് കൊലക്കടാ. എന്തേ, ശരിയല്ലേ? ഇതിനുണ്ടായിരുന്ന സാധനം എവിടെ? താൻ ഓവറാവണ്ടെന്ന് കരുതി ഞാനെടുത്ത് കുടിക്കാനാണ് അവരുടെ പെരട്ട നഗരെ. കുടിച്ചാ മതിയാക്കും കഷണ്ടി. നാടയെല്ലെങ്കിലും പൊൻകുടമിന്ന് പൊന്നിൻ കുടം സിദ്ധൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗലീസ്ഫുരത്താരാനായകുശേഖരം ആശ്ചര്യകരങ്ങൾ രാവിലെ നാമം ജപിക്കാനും സമ്മതിക്കില്ല. ബുദ്ധിമുട്ടായി അല്ലേ? ബുദ്ധിമുട്ടായി. എന്താ രാവിലെ തന്നെ? ഇന്നലെ പറഞ്ഞ കാര്യം. ഏത് കാര്യം? ആമിനാണേ. ആമീന്? ഏതാമീന? ഹൈദ്രോസക്കാന്റെ മോള്. അതിവിടെയല്ല, നേരെ കിഴക്കോട്ട് പോയാൽ മതി, ആ തൊടിക്കപ്പുറം. അതല്ല, ഇന്നലല്ലേ പറഞ്ഞത് കാണണമെങ്കിൽ വന്നാ മതി എന്ന്. നിക്കാഹ്. ഈ ചെക്കൻ എന്തിന്റെ സൂക്കേടാ ഇതിനിപ്പോ രാവിലെ ഉടുത്തിറങ്ങി പുറപ്പെട്ടത്? നിക്കാഹൊക്കെ കാരണവന്മാര് തീരുമാനിക്കും, അതാ അതിന്റെ സമ്പ്രദായം. ചെന്ന് വാപ്പയെടുത്ത് പറ. പിന്നെ ഇങ്ങോട്ട് വരണമെന്നില്ല, നേരെ അങ്ങോട്ട് പോയാ മതി. അപ്പൊ പറഞ്ഞ പോലെ ആവട്ടെ, ചെല്ലേ. ദൂരാരുണ വിഗ്രഹം ഇന്ന് എന്തെടുക്കാന്നാ പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ. വേണ്ടടാ മരപ്പട്ടി, നിന്റെ പോലെ തന്നെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഞാൻ ഈ പണിക്ക് വന്നത്. എന്താ കുട്ടി പറയൂ. അല്ല ഇവിടെ. മിടുക്കി.
വിപരീതമതം എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. രാത്രി, പകൽ. ഓ, എന്തൊരു ഓർമ്മ ശക്തിയാ എന്റെ അമ്മേ. ഒന്ന് പതുക്കെ പറ. ശരി, അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാന്ന്. എന്നാ തുടങ്ങിക്കോ. ഒന്ന് നിർത്തുവോ? എഴുന്നേറ്റിക്കണ അവിടെ. എന്റെ ദൈവമേ, എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ഇന്നൊടി നല്ലത്. മാഷേ, ഇതൊന്ന് വായിച്ചേ. എന്താ നിങ്ങൾക്കറിയില്ലേ വായിക്കാൻ? ഉറക്കെ വായിക്കുന്നു. ഇത് ഉറക്കെ വായിക്കാൻ പറ്റിയ കത്തല്ല. ഇതാർക്ക് എഴുതിയതാ? ആർക്ക് എഴുതാന്ന്? ഇത് അസീസ് ആമീനയ്ക്ക് എഴുതിയ കത്താ. അസലായിട്ടുണ്ട്. എന്താ മാഷ കത്തിൽ എഴുതിയിരിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതുകൊണ്ട് എന്നെ കൊല്ല്. പോണോ? എടാ മാഷക്ക് പ്രാന്ത് പിടിച്ചെന്നാ തോന്നണേ. മാഷക്കല്ല, നിന്റെ വാപ്പയ്ക്കട പ്രാന്ത്. ഇത് വലിയ ഗതികേടായല്ലോ എന്റെ കർത്താവേ. അപ്പൊ ഇതാണ് കുന്നത്തങ്ങാടി. ഇത് നമ്മള് മലപ്പുറം ബസ് സ്റ്റാൻഡിന്റെ മൂത്രപ്പേരിന്റെ അത്ര അല്ലേ ഉള്ളൂ. അയ്യോ, ഇവിടെ വലിയൊരു കൂറ്റുണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് അവന്റെ പേര്? ഓന്റെ പേരെന്താണെന്നാണ് പറഞ്ഞ അസീസേ? മൂരി ഹൈദ്രോസ്. മൂരി എന്നുള്ള ഓന്റെ ബാപ്പാന്റെ പേരാണ്. നമ്മൾ എവിടെയെല്ലാം തല്ലുകൂടാൻ പോയിരിക്കുന്നത്. ഈ പന്നിന്റെ പേര് എവിടെയും കേട്ടിട്ടില്ലല്ലോ. എവിടാ മൂരി? ഓൻ എവിടെ? ഓൻ ഏതെങ്കിലും പശുവിന്റെ പുറകെ പോയിട്ടുണ്ടാവും. നിങ്ങളെ കാണുക മജിദേ, നീ അത് പോയിട്ട് ആ പൊക്കിപ്പിടി. ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ചോര ജയിച്ചിന ഊർമി. ഇപ്പൊ മുട്ടത് അറിയാതെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയതാ. ഏതായാലും 4 പേര് കാണണം നല്ലല്ലേ? ഇരിക്കല്ലേ, ഞാൻ ആകെ ബേജാറായിരിക്കും. ഞാനും. അത് ആർക്കും മനസ്സിലായില്ല. അടവുകൾ പറയുന്നുണ്ട്. ഞാൻ മലപ്പുറം കത്തിയങ്ങോട്ട് ഇത് മജീദേ, മജീദേ ഒന്ന് ആഘോഷിക്കട്ടെ. മജീദേ നോക്കല്ലേ? ആ കണ്ടോളേ അസീസ, പിടിച്ചോ. യാ അലി, യാ ഉസ്താദ്. എല്ലാത്തിനും 100 ഉറുപ്പിയാണ്. 100 ഉറുപ്പിയ. നമുക്ക് കായ് കൊടുത്ത് ശീലമില്ല, വാങ്ങിച്ച ശീലമുള്ളൂ. ഇത് മലപ്പുറമല്ല, കുന്നത്തങ്ങാടിയാ. കുന്നത്തങ്ങാടിക്കാർക്ക് നമ്മുടെ വക ഫ്രീ. കുന്നത്തങ്ങാടിക്ക് ഫ്രീ ആയിട്ട് 10 പൈസ കൊടുക്കാം. എല്ലാം കൊടുക്ക്. ഈ മുതൽ ആരും പോയിരിക്കില്ല. കൊണ്ടുപോ. കേട്ടോളേ, ഇന്ന് മുതൽ കുന്നത്തങ്ങാടിയിൽ നമ്മുടെ രാജ്യമാണ്. ഇനി എല്ലാവരും കൂടെ കഴിഞ്ഞിട്ട് വരി. അപ്പയും മലപ്പുറം മൊയ്തീന്റെ കളി കാണാൻ. മഞ്ചേരി മജീദിന്റെ